ഹരേ കൃഷ്ണ. എപ്പോ ഒരിക്കൽ കഴിച്ച മെക്സിക്കൻ പിസയിൽ നമ്മുടെ വമ്പയർ കിട്ടിയ സമയം മുതൽ എൻ്റെ ഒരു ആഗ്രഹമാട്ടോ എൻ്റെതായ രീതിയിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് പിസ്സ ഉണ്ടാക്കണമെന്ന്. അങ്ങനെ ഉണ്ടാക്കി തട്ടിക്കൂട്ടിയെടുത്ത ഒരു പിസ്സയാണിത്. അപ്പോൾ ഇതിൽ ഞാൻ മൈദ ഉപയോഗിച്ചിട്ടുള്ള, നമുക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം, കുറച്ചും കൂടെ ഹെൽത്ത് കോൺഷ്യസ് ആവും. അപ്പോൾ ഞാൻ മൈദേൻ്റെ അകത്ത് നമ്മുടെ ഉപ്പും കുറച്ച് പഞ്ചസാര, പിന്നെ നമ്മുടെ ഒലിവ് ഓയിലാണ് ചേർത്തിട്ടുള്ളത്, പിന്നെ കേടും, ഇത്രയും സാധനം ഇട്ടിട്ട് നമ്മൾ ഇളംചൂട് വെള്ളത്തിലാണൊന്ന് കുഴച്ചെടുക്കുന്നത്. നമുക്കിത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം, പക്ഷേ ഞാനൊരു 2 hours ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാനിതൊരു 2 പീസ് എന്ന പോലെ അതങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സാധാരണ ദോശയുടെ ചട്ടിയിൽ വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പരത്തേണ്ട ആവശ്യമില്ല. ഞാൻ ഇത്രയും വെജിറ്റബിൾസാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ വെജീസ് നമ്മൾ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ അതിന് എന്താ പറയുക, നമ്മൾ ബട്ടറും പെപ്പറും കൂടി ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുത്തു. അപ്പോൾ ഇതാണ് ഞാനിവിടെ ഉണ്ടാക്കിയ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ഫോർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കത്തിയോ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അത് ഈസി ആയിട്ട് കുക്ക് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ കയ്യിൽ എഗ്ലെസ് മയോണൈസും പിസ്സ പാസ്ത സോസും ഉണ്ടായതുകൊണ്ട് ഞാൻ അതായിട്ട് ഉപയോഗിച്ചു, അല്ലെങ്കിൽ നമുക്കത് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വെജീസാണ് ശരിക്കും എന്താ പറയുക, ഒരു ചേഞ്ച് എന്ന പോലെ ഞാൻ ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. പിന്നെ നമ്മൾ കയ്യിൽ പിസ്സയിലിടുന്ന മോസില്ല എന്താ പറയുക, ചീസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. പക്ഷെ ഞാൻ സാധാ ക്യൂബ് ചീസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഏട്ടൻ കുറച്ചും കൂടെ ചീസ് ലവറാണ്.